അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വിഷയം അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ഖുദ്ദൂസ് എന്ന ഇസ്മിനെ കുറിച്ചാണ്. ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് പരിശുദ്ധൻ എന്നാണ്. അപ്പം ഈ ഒരു ഇസ്മ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് നോക്കാം. അപ്പം അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണെന്ന് പറഞ്ഞു. അപ്പം അൽ ഖുദ്ദൂസ് യാ അല്ലാ എന്ന് നമ്മൾ ഏകാന്തമായി ആരും ഇല്ലാത്ത ഒരു സമയത്ത് ആരും ഇടങ്ങാറാക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് 40 ദിവസം 1000 തവണ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ എന്താണോ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത്, നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത്, ആ ഒരു ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. പക്ഷേ ഒരു നിബന്ധനയുള്ളത് ആരുമില്ലാത്ത ഒരു സമയമായിരിക്കണം എന്നാണ്. അപ്പം ആരുമില്ലാത്ത 40 ദിവസം തുടർച്ചയായി കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ 40 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ഒരു ഇസ്മ ചൊല്ലുന്നവന് ജനങ്ങൾക്കിടയിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ലോകം തന്നെ അവന് സൃഷ്ടിക്കാൻ കഴിയും. ജനങ്ങളൊക്കെ അവനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുമെന്നാണ് മഹാന്മാർ പറയുന്നത്. അതുപോലെ മറ്റൊരു ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുകയാണ്, അള്ളാഹുവിനോട് അടുക്കാൻ ഏറ്റവും ഉത്തമമുള്ള ഒരു നാമമായിട്ടാണ് ഈ ഒരു നാമത്തെ വർണ്ണിക്കുന്നത്. അൽ ഖുദ്ദൂസ് അള്ളാഹുവിനെ അഥവാ പരിശുദ്ധൻ എന്നാണ് അവൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു ഏതൊരു അപൂർണതയ്ക്കും കുറവുകൾക്കും അതീതനാണെന്നും എല്ലാ മഹത്തായ ഗുണങ്ങളും അവനുള്ളതായിട്ടാണ് ഇത് എടുത്തു കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിതർ നമസ്കാരത്തിന് ശേഷം അൽ ഖുദ്ദൂസ് എന്ന് ആവർത്തിച്ച് ചൊല്ലൽ അതിമഹത്താക്കപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതാണ്. ഈ ഒരു ഇസ്മ നമ്മളുടെ ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവരിക. ഒരു ദിവസം 1000 തവണ എന്ന തോതിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ തുടർച്ചയായി 40 ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഇസ്മ ദിവസവും 100 തവണ ചൊല്ലുകയാണെങ്കിൽ അസ്വസ്ഥത അവനിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ഒരു ഇസ്മ ചൊല്ലുന്നവൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യത്തിനാണോ അവൻ ഇറങ്ങുന്നത്, ആ ഒരു കാര്യത്തിലൊക്കെ വിജയം കൈവരിക്കാൻ അവന് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചൊല്ലുമ്പോൾ ഒരു ഉദ്ദേശം വെച്ച് ചൊല്ലാൻ ശ്രമിക്കുക. കാരണം പല ആഗ്രഹങ്ങളും പല ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. വീടില്ലാത്തവർക്ക് വീട്, കടം, കല്യാണം, കുട്ടികളില്ലാത്തവർ കുട്ടികൾ, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ച് ചൊല്ലുന്നതിനേക്കാൾ ഉത്തമം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ 40 ദിവസം എന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അല്ലാഹു തആലയോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കും. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം, എപ്പോഴും പറയുന്ന പോലെ ഉറച്ച വിശ്വാസത്തിൽ വേണം ചൊല്ലാൻ വേണ്ടിയിട്ട്. എന്തും നേടിയെടുക്കുമ്പോൾ നമ്മൾക്കത് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ചൊല്ലുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഏകാന്തമായി ഇരുന്ന് ചൊല്ലാൻ ശ്രമിക്കുക. അത് തിരിച്ചാൽ നമ്മൾ മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധ പോവാതെ, നമ്മൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടാണ് ഈ ചൊല്ലുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധ ആ ഒരു കാര്യം ചെയ്യുന്നതിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം. അപ്പോൾ ആ ഒരു രീതിക്ക് ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.